ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ പൂന ശ്രീകണ്ഠം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഉള്ളിലൂടെ കയറ്റി വന്നാണ് പെരുന്തമണ്ണക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണി ലൈക്ക് ചെയ്യട്ടോ. നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് കയറ്റിയിട്ട് പോന്നു. നമുക്ക് രാത്രി ഒരുപാട് നേരമായി കയറ്റി പോരാൻ. 1:30 മണിയായി നമ്മൾ പോന്നപ്പോൾ. രാത്രി 1:30 മണിയായി ലോഡ് കയറ്റി കഴിയാൻ. ഇപ്പം നമ്മൾ കർണാടക ഹുബ്ബള്ളിയിൽ എത്തിയിട്ടുണ്ട്. കാർഗോൻ്റെ ബോർഡാണ്. വെള്ളിയാഴ്ച രാവിലെ കൊടുക്കണമെന്ന് കരുതിയതാണ്. നമ്മൾ ഡെലിവറി നേരെ വഴി പോകുന്നതുകൊണ്ട് വൈകുന്നേരത്തിന് മുമ്പെങ്കിലും കൊടുക്കണം നമുക്ക്. നല്ല ചൂടാണ്, വെയിലല്ല ചൂടാണ് കാലാവസ്ഥ ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചൂട് തന്നെ പൊള്ളണ ചൂടായി. നമ്മൾ ഹുബ്ലിയിൽ നിന്ന് അങ്കോള റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സിംഗിൾ റോഡാണ്, പക്ഷെ എന്നാലും ഇതിൽ പോകുമ്പോൾ ഒരു സുഖമുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ചൂട് വളരെ കുറവാണ്. ഇത് ഹുബ്ലി ഭാഗത്തൊക്കെ നല്ല ചൂടായിരുന്നു. ഇവിടെ ചൂട് കുറവാണ്. സൈഡിലൊക്കെ നിറച്ച് മരങ്ങളും തണലുകളൊക്കെ ഉള്ളതുകൊണ്ട് മരങ്ങളൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങി. വീട് മരം നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. റോട്ട് കയറിയപ്പോൾ തന്നെ ഒരു കാലാവസ്ഥ മാറിയ മാതിരിയായി. മരങ്ങളുണ്ട്, വെയിൽ കിട്ടൂല. അത്യാവശ്യം വണ്ടി തിരക്കുള്ള റൂട്ടാണത്. രാത്രിയാണ് വണ്ടി തിരക്ക് ഇതിലൊക്കെ കൂടുതൽ. മംഗലാപുരത്ത് ഗണേഷ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബസ് കമ്പനി ഉണ്ട്. അതുപോലെ ബസ് ഉണ്ടാവും രാത്രി ഫുള്ള്. പൂന, ബോംബെ അങ്ങോട്ടൊക്കെ പോകണ ബസ്. അവർ പുട്ടിന് തേങ്ങട്ടന്മാരെ വരിക ബസ്സുകൾ. ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട്. ബൈക്കേറൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ വണ്ടിനെ ഒറ്റയ്ക്ക് കയറാം. ചെറിയ റോഡും നമുക്ക് ചുരം ഇറങ്ങാണ്ട്. ചുരം ഇറങ്ങിയിട്ട് സാധാരണ കുളിക്കണ പുഴയിൽ പോയിട്ട് ഒന്ന് കുളിക്കണം എന്ന് കരുതണോ. ഒന്ന് മുങ്ങി കുളിക്കണം എന്നാണ് കരുതുന്നത്. വെള്ളം ഉണ്ടോ, വെള്ളം കുറവായിക്കണോ എന്തോ അറിയില്ല. ഓരോ ദിവസം ചെല്ലുന്നിടത്തോളം വെള്ളം കുറഞ്ഞ് വരിക. ചിലപ്പോൾ മുക്കി പാർന്ന് കുളിക്കേണ്ടി വരും. ഏതായാലും പോയോക്കാം. ചൂടിനും ക്ഷീണത്തിനൊക്കെ ഒരു ആക്കം കിട്ടും ഒന്നാണ് കുളിച്ചാൽ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലുള്ളൊരു കാഴ്ചയുണ്ട്. ഒരു വണ്ടി മറിഞ്ഞിരിക്കണം. ഭയങ്കര ഡേഞ്ചറാണ് ഈ റൂട്ട്. എന്ത് പറ്റിയതാണാവോ, കംപ്ലൈൻ്റ് ആയതോ ആളുറങ്ങിയതാണോ എന്താണാവോ. ഈ റൂട്ടാണ് ഭയങ്കര ഡേഞ്ചർ റൂട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാപ്പൂർ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശം റോഡായിരുന്നു. ഇപ്പോൾ ധാരിങ് നടന്നുകൊണ്ടിരിക്കുക. ധാരിങ് പണിയിലാണ്. കുറേ അവിടെ ഇവിടെയൊക്കെ ധാരിങ് ചെയ്തേക്കണം. ഒരു ബാക്കിയാണ്. എന്നാലും സമാധാനമുണ്ട്. മറ്റേത് ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. ഒരു സൈഡ് വൺ സൈഡൊക്കെ ധാരിങ് നടന്നേക്കണം. ധാർ മിക്സറും കൊണ്ട് വന്ന വണ്ടികളാണ്. ഇവിടത്തൊക്കെ ധാരിങ് കഴിഞ്ഞു. നമ്മൾ കയറിയപ്പോൾ ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ലേ. താഴെ ഇങ്ങനെ പണി നടത്തിയത്. അപ്പോൾ നമ്മളെ ലോറിക്കാരെ താവളം ജേട്ടൻ്റെ ഹോട്ടലിൻ്റെ അവിടെ എല്ലാപൂർ ചുരം ഇറങ്ങിയിട്ട് കുളിക്കട്ടെ വന്ന് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് കുളിച്ച് പോകണം. വെള്ളം ഉണ്ടാവുമോ ആവോ. ചൂടായതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയിരിക്കണം. പാട്ടിൽ മുക്കിപ്പാരാനുള്ള വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, മുക്കിപ്പാരാനുള്ള വെള്ളമെങ്കിലും ഉണ്ട്. അപ്പോൾ വേഗം കുളിച്ച് തട്ടിരിക്കട്ടെ. അപ്പം നമ്മളെ കുളിയൊക്കെ പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തീർത്തു. ഇനി വിടണം, പെട്ടെന്ന് പോകണം. നേരം വഴിക്കാൻ പാടില്ലല്ലോ.
കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഫ്രീ ആയിട്ട് പോകാം, തിരക്കൊന്നും ഇല്ലാതെ. അപ്പോൾ നമ്മൾ നേരെ വെളുക്കുന്നതിന് മുമ്പ് കണ്ണൂരും പാസ്സായി കിട്ടണം, തിരക്കില്ലാതാണ് പോയി കിട്ടാം. അത് കഴിഞ്ഞിട്ട് മാഹിന്ന് ലീസിലെടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെയും തിരക്ക് കൂട്ടിന് മുമ്പ് എത്തണം. അപ്പോൾ നമ്മളെ വീഡിയോ കാണേണ്ട കാസർഗോഡ് മഞ്ചന്മാരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ. നമുക്ക് അറിയാലോ നമ്മൾ കാസർഗോഡ് എത്ര ആൾക്കാർ നമുക്ക് ചങ്കാളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ ഉണരുന്നുള്ളൂ. കണ്ണൂർ ഉണരുമ്പോൾ ഇതിന് നമുക്കൊന്ന് തടിയിരിക്കണം. ഉണർന്നാൽ പിന്നെ തിരക്കായി. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലാണ്. ഈ വണ്ടിൻ്റെ പിന്നാലെ പോയാൽ വല്ല മരക്കൊമ്പം പൊട്ടിച്ച് തലയിക്കിടുമെന്നാവും. നല്ല ഹൈറ്റാണ്. കണ്ണൂർ ഫുള്ളായിട്ട് കണ്ടെയ്നർ കൊണ്ടുപോയി. അപ്പോൾ കാസർഗോഡോ മഞ്ചന്മാരോ മാതിരി കണ്ണൂരിലെ ചുള്ളന്മാർ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ തിരക്കാണിന് നമ്മൾ മാഹിയിലെത്തി. മാഹി പമ്പിൽ ഡീസൽ അടിച്ചോണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും തിരക്കുന്ന ഒഴിവായി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എവിടെ നിർത്താതെ പോകുന്നുണ്ട്. അപ്പോൾ ഡീസൽ അടിക്കട്ടെ, നേരെ പെരിന്തൽമണ്ണ. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണക്ക് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങാടിപ്പുറം മേൽപ്പാലം, റെയിൽവേ പാലം. തിരക്കാണ്. മുമ്പ് പാലം ഇല്ലാത്ത സമയത്ത് ട്രെയിൻ വരുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുൾ ടൈം ബ്ലോക്കാണ്. പാലം ഉണ്ടപ്പോൾ അത്രയും വീതിയുള്ള പാലമായതുകൊണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ലോഡ് പെരിന്തൽമണ്ണ അൺലോഡിങ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് പകുതിയിലധികം ഏകദേശം നമുക്ക് സെയിലായി. വണ്ടിയിൽ മാറ്റി കയറ്റി കൊണ്ടുപോയിക്കണം. ഇവിടേക്ക് വന്നതന്നെയാണ് ഈ ബത്തക്ക വണ്ടി. ഇത് ബത്തക്ക വണ്ടിയാണ് കേട്ടോ. ഇവിടെ വന്നതാണ്. ഇതും പകുതി സെയിലായി, പുറത്തേക്ക് സെയിലായി. ഇനി നമ്മൾ വണ്ടി ഇറക്കിയതിൻ്റെ ശേഷം ഇതും ഗോഡൗണിൽ ഇറക്കി വെക്കും. അപ്പോൾ അൺലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. കുറേ ബത്തക്കട ഇറക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ അടിപൊളി ബത്തക്കാള. നല്ല വലിപ്പമുണ്ട്, നല്ല മധുരമുണ്ട്. തിന്നോക്കിട്ടോ, അതുകൊണ്ടാ പറയണ്ട്. ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ കാണേണ്ട. അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ നിർത്തട്ടെ. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.